ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയും നമ്മൾ ഇന്ന് അപ്പൂന്റെ വീട്ടിലാണ്. അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ച് ഇപ്പൊ ഞങ്ങൾ ഉറക്കമൊക്കെ എണീറ്റതേ ഉള്ളൂ. ഉറക്കം എണീറ്റിട്ട് കുറച്ചു നേരമായി, ഒരു മണിക്കൂറാണ് കേട്ടോ ഉറക്കം കഴിഞ്ഞിട്ട്. ഞങ്ങൾ ഇവിടെ എനിക്ക് മെയിലൊക്കെ ചെക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പൊ അപ്പൂന് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ പുള്ളി വർക്കിലോട്ട് കയറി. അപ്പൊ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൂന് എന്താണ് ജോലി എന്നുള്ള. ഓൾറെഡി നമ്മളെ മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. പൊന്നെ എന്താണ് ജോലി എന്ന് ഗൈസ്. അപ്പൂനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചാൽ മിസ്റ്റർ വിഷ്ണു എന്നാണ്. അപ്പം ആദ്യം എനിക്ക് എഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അപ്പൂന് പുറത്തുനിന്ന് വർക്ക് കിട്ടിയതിനു ശേഷം അപ്പൂന് എഡിറ്റിംഗ് ഇല്ല. അപ്പൊ എനിക്കിപ്പം വേറെ ഉണ്ട്, എന്റെ എഡിറ്റർ വേറെ 2 പേരുണ്ട് എനിക്കിപ്പം. അപ്പൊ ഇപ്പം അപ്പൂസിന് വേറെ എഡിറ്റ് ഉള്ളതുകൊണ്ട് ഹീസ് നോട്ട്. മറ്റേ ഞാൻ എന്താ പറയുമ്പോ തലേ ദിവസം കൊണ്ടുപോകുക പോയിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യാന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പം വേറെ ഒന്നും വർത്തിയില്ല ഗൈസ്. പുള്ളിക്കാരൻ രാവിലെ 2 അങ്ങോട്ട് തുടങ്ങി നേരെ വെളുത്ത മുതല്. ഓക്കെ, വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങ് വന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ വിരുന്നിനൊക്കെ പോകുമ്പം 2-3-4 ദിവസം കഴിഞ്ഞിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ഇതൊക്കെ വയ്ക്കാന്ന് പറഞ്ഞു തന്നിട്ട് രാവിലെ ഞാൻ ഉറക്കം എണീറ്റ് ഒരാളെ ഇവിടെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. ഇയാൾക്ക് ഞാൻ ഇല്ലേലും പറ്റും, പക്ഷേ ഇയാളില്ലാതെ പറ്റുമെന്ന് തോന്നാനില്ല. എന്താണത് മുടി വെട്ടാന്ന്. അതായത് അവിടെ എങ്ങും സ്ഥലമില്ല. അവിടെയൊക്കെ നിശ ചേച്ചിയുടെ അവിടെ സൂപ്പറായിട്ട് വെട്ടും. അവിടെയൊന്നും സ്ഥലമില്ലാതെ അവിടെ നിന്ന് ഇവിടെ വന്നു. കാരണം ഇവർക്ക് ഇവിടെ മുടി വെട്ടാൻ ഒരു പയ്യനുണ്ട് ഇവിടെ. അപ്പൊ ഒരിക്കൽ കൊണ്ട് വെട്ടിയുള്ളൂ. അതിന് ശേഷം അവൻ ഇവിടെ ഭയങ്കര താല്പര്യമാണ്. പിന്നെ എന്തിനു വന്ന മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കണം. കാണാൻ ആരെ കാണാൻ? ഭയങ്കര ട്രൂ ലവ് ആണ് ഗൈസ്. നമ്മളെ 2 പേരെയും കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾക്ക് ഞാൻ വേറൊരാളെ കാണിച്ചു തരാം. ഇതാണ് കാശി എന്ന് വിളിപ്പേരുള്ള ആരുഷ്. ഇത് അപ്പുവിൻ്റെ ചേച്ചിയുടെ മോനാണ്. കാശി, എന്നെ എന്തോന്നാണ് വിളിക്കണ? അമ്മായി. സംഭവം ഗൈസ്, എന്നെ ആൻറ്റി എന്നാണ് വിളിച്ചോണ്ടിരിക്കണം. ഓഫ് കോഴ്സ് എനിക്കൊരു കൊച്ചിൻ്റെ ആൻറ്റി അവളെ പ്രായമുണ്ട്. പക്ഷെ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു ഭാരം എൻ്റെ തലയെടുത്ത് വെച്ചാണ് കാണും. അപ്പോൾ ആൻറ്റി എന്ന് വിളിക്കുമ്പോഴേ എൻ്റെ മൂടൊക്കെ അങ്ങ്. അങ്ങനെ ഞാൻ ഇന്നലെ പോലെ അവൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ എന്തായിരുന്നു വിളിക്കണം പൊന്നെ? അമ്മായി. അമ്മയല്ല, അമ്മായി. അമ്മായി. ആ, അമ്മായി. അമ്മായി അമ്മയെന്ന്. അമ്മായി അത് കുഴപ്പമില്ല. അമ്മായി അമ്മ നോക്കാം, ആലോചിക്കാം നമുക്കൊന്നത് വേണമെങ്കിൽ. ഓക്കെ ഗൈസ്, അമ്മായി എന്നാണ് എന്നെ വിളിക്കണത്. പുട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ റിസപ്ഷൻ? കല്യാണം എന്നൊക്കെ പറയുകയാണെങ്കിൽ കല്യാണം തന്നെ അടിപൊളിയായിരുന്നു. കല്യാണം സൂപ്പറായിരുന്നു. ഞാൻ എന്തോന്നു നമ്മൾ വിചാരിച്ചതിനേക്കാൾ സൂപ്പറായിട്ട് കല്യാണം നടന്ന ആ ഗുരുവായൂരമ്പലയുടെ താലി കെട്ടിയത് അതെല്ലാം ഇപ്പോഴും മനസ്സിലുണ്ട്. പിന്നെ റിസപ്ഷൻ പൊളി. റിസപ്ഷനെ പറ്റി പറയാനൊന്നുമില്ല. എല്ലാം ഡാൻസ്, ഇവന്റ് എല്ലാം അടിപൊളിയായിരുന്നു. സൂപ്പർ. ഓക്കെ ഗൈസ്, സന്തോഷം സൂപ്പറായിരുന്നു. ആൻഡ് ഇനി എനിക്കിത് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, മേ ബി എനിക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ വളരെ റീസെൻ്റായിട്ട് ഇത് എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി വീഡിയോ എടുത്തു വെച്ചിട്ട് നമ്മൾ അപ്പൂൻ്റെ വീട്ടിൽ കയറണേൻ്റെ അന്ന് ഇവിടെ ഇതുകൊണ്ടായിരുന്നു ബെഡ്ഷീറ്റ് വിരിച്ചില്ല. സീരിയസ്ലി ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയിരുന്നു. ബെഡ്ഷീറ്റ് വിരിച്ചില്ല, ഞാൻ വന്നപ്പോൾ അപ്പു മുണ്ടും പൊയ്ക്കൊണ്ട് നിന്നില്ല എന്നൊക്കെ ആയിരുന്നു ഇവിടുത്തെ പരാതികൾ. സോ പരാതികൾ മീൻസ് എന്ന് വെച്ചാൽ കുറച്ച് കുഴിത്തുരുമ്പോൾ ആൾക്കാർ മാത്രം പറഞ്ഞത്, വേറൊന്നുമല്ല. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പുന് ചിക്കൻ ബോക്സ് ആയിരുന്നു. അപ്പുന് നമ്മളെ കല്യാണം 20-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ
അപ്പൂട്ടെ 18-ന് രാവിലെയാണ് വെളിയിൽ ഇറങ്ങിയത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ഈ റൂമിൽ ആരെയും കയറ്റിയായിരുന്നു ചെയ്തത്. കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് അച്ഛൻ, അമ്മ, ചേച്ചി, കുഞ്ഞ് എല്ലാവരും പറഞ്ഞ ഒരാളും ചിക്കൻ ബോക്സ് ആയിട്ട് വന്ന് കിടക്കായത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരാളെ റൂമിൽ കയറ്റേണ്ട പോലെ മൂടി കിടന്ന ബെഡ്ഷീറ്റും ബെഡും എടുത്ത്, ഈ ബെഡും അല്ല വേറൊരു ബെഡിലാണ് കിടന്നത്, വേറൊരു ബെഡിലാണ് കിടന്നത്. അപ്പം ആ ബെഡായതുകൊണ്ട് അതെല്ലാം എടുത്ത് വെളിയിട്ടിട്ട് വെയിലത്തോ ബെഡ്ഷീറ്റ് കഴുകിയിട്ടിട്ട് ഇനി വന്നാൽ അതെല്ലാം ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യാത്തത്. അപ്പം നിങ്ങളിവിടെ വന്നിട്ട് എങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചു അങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുത്തു. കാരണം ഒരു 30 സെക്കൻഡോ അല്ല ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരാളുടെ ക്യാരക്ടറോ ഒരു ഫാമിലിയുടെ ക്യാരക്ടറോ ഒന്നും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ദയവ് ചെയ്ത് നിങ്ങളെ തൂക്കുന്ന ത്രാസിൽ എന്നെ തൂക്കരുത്. കാരണം ഞാൻ അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞു അയ്യോ ഗംഗ അവിടെ നിന്ന് വന്ന്, ആ വീട് ഉണ്ടായിട്ട് 1 വർഷമായതേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ വാടകയ്ക്ക് ഒരു റൂമിൽ ഒരു ഷീറ്റിട്ട ഇതേപോലെതാ ഷീറ്റിട്ട ഒരു വീട്ടിൽ, നിങ്ങൾ എൻ്റെ ഒരു ഹോം ടൂർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു വീട്ടിൽ ഞാൻ അങ്ങനെയാണ് കിടന്നത്. ഞങ്ങൾക്ക് ഒരൊറ്റ ഫാനിൽ ഞങ്ങൾ ഒരു ഹോളിൽ അടുക്കള, റൂം, ഞാൻ വീഡിയോ എടുക്കുന്ന എല്ലാം അവിടെയാണ് കിടന്നത്. അപ്പം അവിടെ കിടന്ന എനിക്ക് ഓഫ് കോഴ്സ് ഇതെനിക്ക് അടിപൊളിയായിട്ടാണ് തോന്നണത്. കാരണം ഈ ചൂടുകാലത്തിന് വെള്ളമുണ്ട്, ഞങ്ങൾക്ക് താഴെ പോകണമെങ്കിൽ താഴെ ആവശ്യമുണ്ട്. ഇപ്പം ഓൾറെഡി അവിടെ താഴെ റൂമുണ്ട്. ഞാനാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ മുകളിൽ കിടക്കാം, കാരണം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴും ഒന്നും അവർക്കൊരു ബുദ്ധിമുട്ടാവരുത്, ഞങ്ങളുടെ പ്രൈവസി അവരുടെ പ്രൈവസിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് മുകളിൽ കിടക്കാം, എനിക്ക് വേറെ സീനൊന്നുമില്ല. ഓൾറെഡി എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, കാരണം അപ്പൂൻ്റെ സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് പണം ഉള്ളതുകൊണ്ടാണ് ഞാൻ പണം നോക്കി കെട്ടിയണം എന്നുള്ളൊരു കമൻറ്റ്. അത് കണ്ടിട്ടുണ്ടോ? പൊന്നിൻ്റെ ഇവിടെ പണം ഉള്ളതുകൊണ്ടാണ്, ഞാൻ പണം നോക്കിയോണ്ടാണ് ഞാൻ സെക്കൻഡ് കെട്ടിയെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന കമൻറ്റ് എന്തായിരുന്നു വെച്ചാൽ എന്തോന്ന് അങ്ങനെ ഇങ്ങനെ. അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ജഡ്ജ് ആയിരിക്കില്ല. ഇപ്പം മേ ബി ഇതിപ്പം വീട്, എനിക്ക് ഓഫ് കോഴ്സ് ഇത് അവരുടെ സ്വന്തം വീടാണ്, എനിക്കത് സന്തോഷമുള്ളൂ. കാരണം അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് വന്നിട്ട് 1 വർഷം ആയതേ ഉള്ളൂ. ആൻഡ് പിന്നെ ഒരു ഇതെന്ന് പറയണത്, ചിലപ്പം അപ്പു 10 സെൻറ്റ് ഇവിടെ കോട്ടുകൽ കോണത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പം ഒരു 3-4 വർഷത്തിൻ്റെ ഇടയിൽ അപ്പു ഇവിടെ 2 നില വീട് വയ്ക്കുമായിരിക്കാം. അതൊക്കെ അപ്പൂൻ്റെ കാര്യം അല്ലേ പൊന്നെ? ഓക്കെ, നമ്മൾ അമങ്ങിയിരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അപ്പം അത്രയുള്ള, എനിക്ക് വേറെ ഒന്നുമല്ല, ജഡ്ജി ആയിരിക്കാം, അതെനിക്കറിയാം, ജഡ്ജി ആയിരിക്കാൻ പറ്റൂല എന്നുള്ളത്. ഞാനെന്നെ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, ഷീറ്റ് ഒന്നും വിരിക്കേണ്ട. കാരണം അവൻ എല്ലാം വാങ്ങിച്ചതാണ്, ഇതെല്ലാം വാങ്ങിച്ച് അവൻ സെറ്റ് ചെയ്തത് എന്തോന്ന് എല്ലാം വാങ്ങിച്ച് അവൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്യണ ഞങ്ങൾ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. കാരണം ഇപ്പം ചിക്കൻ ബോക്സ് ആയിട്ട് കിടന്നിട്ട് 18-ാം തീയതിയാണ് അവൻ രാവിലെയാണ് വെളിയിറങ്ങണത്. ചെയ്തിട്ടൊക്കെയാണ് ഇറങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് ഇവിടെ ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ കിടിലാക്കി ഇടണേക്കാളും എനിക്കിഷ്ടം അയാൾ ഹെൽത്തി ആയിട്ട് സമാധാനമായിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിരിക്കുകയാണ് എനിക്കിഷ്ടം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് പോയി നേരെയല്ലേ പല്ലൊക്കെ തേച്ച്, പല്ലും തേക്കാൻ ഇത്രയും നേരം വീരഗാഥകൾ മുഴകിയത്, പല്ലും തേച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചോണ്ട് നമുക്ക് ഇറങ്ങാം. ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കമോൺ. രാവിലെ എണീറ്റ പോലെ അമ്മ ഭയങ്കര ശല്യം. അമ്മ വിളിയോട് ഇപ്പം വിളിച്ച് സന്ധ്യ അമ്മു 2 ലവൊക്കെ ഉണ്ട് കേട്ടാ, ഹൃദയമൊക്കെ തുളന്ന് കയറിപ്പോയി. അമ്മ ഞാൻ രാവിലെ എണീറ്റേ ചായയൊക്കെ ഇട്ട് എന്നിട്ട് ഞാൻ ഇവിടെയൊക്കെ തൂത്തൊക്കെ ഇട്ട് എന്നിട്ടിപ്പം ഞാൻ ചോറിന് ഞാൻ തോരനൊക്കെ വെച്ച് ഇടിയൊക്കെ എടുത്ത് തോരനൊക്കെ വെച്ച് എന്നിട്ടിപ്പൊ ഞാൻ വേണ്ട മീൻ ചന്തയിൽ പോയി മീനെ വാങ്ങിച്ചിട്ട് പൊരിക്കാൻ പോണം. രാവിലെ ഞങ്ങള് ഇടിയപ്പവും മുട്ടക്കറി. ഇനി എന്റെ ഭർത്താവിന്റെ റിവ്യൂ കേട്ടോ. ഇല്ല ചതിച്ചതാ. അമ്മ ഗുഡ് മോർണിംഗ്. ഓ കുടിക്കാം.
കുറച്ച് ഉച്ചയായ ഗൈസ്, ഉച്ചയായതേ ഉള്ളൂ. നമുക്ക് കാപ്പി കുടിക്കാം. ഉച്ചയ്ക്ക് കാപ്പി കുടിക്കാം. എനിക്ക് രാവിലെ ഒന്നും കഴിക്കാൻ പറ്റില്ല, എൻ്റെ വയറ് സീനാണ്. ഞാനേ വേറെ രണ്ടുപേരെയും കൂടെ കാണിച്ചു തരാം. അപ്പൂട്ട അവത്ത് വിട്ടോ, എന്നെ കടിക്കോ? അപ്പൂട്ട നീ ഇനി എൻ്റെ അടുത്തോട്ട് നില്ലേ, വിളിക്കരുതെന്നാ, കടിച്ചാലും വിളിക്കില്ല അല്ലേ ഗൈസ്. ഇതാണ് ഇവിടത്തെ ബെല്ല. അപ്പൂട്ട ഇങ്ങോട്ട് വാ. അപ്പൂട്ട അമ്മയും അപ്പു എന്നെ അയ്യോ. ഗൈസ് അതാണ് ഇവിടത്തെ ബെല്ല. അതാണ്ട ഗൈസ്, അവൾക്ക് കൈയില്ല. അവള് ജനിച്ചപ്പോഴേ അവൾക്ക് കൈ ഹാൻഡിക്യാപ്റ്റാണ് അവള്. ഞാൻ വന്നില്ല. ഓ ഇതോ അകത്ത് വന്ന് ബെല്ല ഇനി വാ. അയ്യോ ഇതാ പറഞ്ഞു അപ്പൂട്ടോ. ബെല്ലക്കുട്ടി, ബെല്ലേ ബെല്ലേ. അപ്പൂട്ടോ നീ ഒന്ന് എടുത്ത് കാണിച്ചാണോ അവളാ? ഗൈസ് അവള് ജനിച്ചപ്പോഴേ അവൾക്ക് കയ്യില്ല. കുറെ കുട്ടികളുണ്ടായിരുന്നു. അവളെ കഥ പറഞ്ഞു കൊടുക്കൂ. ഇവളെ അമ്മയില്ലേ, അമ്മയുടെ പേരാണ് ജൂലി. അങ്ങോട്ട് ജൂലി. അപ്പം അവളെ അങ്ങനെ 3 പേരെ പ്രസവിച്ചപ്പം നമ്മള് ബാക്കിയുള്ളവരെയൊക്കെ വേറെ ജീവവേ കൊടുത്ത് കൊണ്ടുപോയി. ഇവിടെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞു, കൈയില്ലാത്തത് കൊണ്ട് നമ്മള് തന്നെ നോക്കി. ഓ ഇത് അച്ഛന്റെ ജീവനാണ് ഗൈസ്. അച്ഛൻ പിള്ള എന്നാണ് വിളിക്കണത്. അച്ഛന്റെ പിള്ളയാണ്. കല്യാണത്തിന് വന്നപ്പോ തന്നെ ഇവിടെ ബോർഡിങ്ങിലാക്കിയിട്ടാണെന്ന് അച്ഛൻ ഭയങ്കര ടെൻഷനായിരുന്നു. 6 വയസ്സായി. ബെല്ലേ ബെല്ലേ. പിന്നെ ഇവർക്ക് ഇങ്ങനെയല്ല, നല്ല രോമം ഉണ്ടായിരുന്നു. പിന്നെ ഇവളെ കുറച്ച് ഇത് ചൂടല്ലേ, അതുകൊണ്ട് നമ്മള് ഫുള്ള് 0 അടിച്ചു വിട്ടു. ചൂടായത് സിംബ എടുത്താണ്. സിംബയെ കാണിച്ചു തരാം ഞാൻ. അതാണ് സിംബ. സിംബ പെണ്ണാണ്. അമ്മയുടെ സിംബി എന്ന് വിളിക്കും. നോക്കട്ടെ അല്ലേ കണ്ടത്. നോക്കവി പാവം. സ്നേഹല്ലേ ബെല്ലേ ബാ വരണം നോക്കിയാണ്. ഇനി വരി. മുടിയില്ലാത്തതാ, മുടിയില്ലാത്തത്. ഓ അവക്ക് മനസ്സിലായില്ലേ? അയ്യോ മോത്തേക്ക് കൊഞ്ഞണം കുത്തണ. പക്ഷെ നമ്മളെ വാ മനുഷ്യരെ വാ പോലെ അല്ലേ ഇരിക്കണ. കുറച്ച് പല്ലുന്തിയ ആൾക്കാരാണ്. കാപ്പി കുടിക്കട്ടെ, ഉച്ച കാപ്പി കുടിക്കാൻ വരണം. നീ എന്തിനാണ് അതാ എനക്ക് കാണിക്കണം. പാവ അയ്യോ ഇനി തളർന്നു പോയ ബെല്ലപ്പെന്ന്. ഇത് സിസ്റ്റർ ആയിട്ടാണ് വളർത്തണ, അതായത് അച്ഛന്റെ മോളായിട്ടാണ് വളർത്തണ തന്നെ. അപ്പൊ എന്റെ അനിയത്തിയാ 7. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാ ഇടിയപ്പം മുട്ടക്കറി. എവിടെയാടാ ബാക്കി ഇടിയപ്പം? എനിക്കൊപ്പം നമ്മളതാ മരിച്ചീനിയും മീൻ പൊരിച്ചതും കറിയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അതുപോലെ എനിക്ക് രാവിലെ ഒന്നും തിന്നാൻ പറ്റില്ല, അപ്പം എനിക്ക് കുറച്ചേ പറ്റുള്ളൂ തിന്നാൻ. കഴിച്ചാ എന്ത് കഴിച്ചു? എത്ര ഇടിയപ്പം കഴിച്ചു? അത് കുറഞ്ഞു. പേരെന്തോന്നാണ്? ആ നേരത്തെ മറന്നു ചോദിച്ചപ്പോഴത്തേക്ക് ടെൻഷൻ കാരണം. ആ ID കാർഡ് ഉണ്ടെന്ന പേര്. ഞാനേ നമ്മളെ വീട്ടിലുള്ള കണക്ക് വേറൊരാളെ കാണിച്ചു തരാം. ഹലോ. അയ്യോ പേടിച്ചോടല്ലേ. ഹലോ ആരാട്ടണോക്കുന്നു. ഹായ് സിംബി. സിംബി സിംബി പെണ്ണി. ബെല്ലേരെ കൂട്ടിലാണ് കിടക്കണത്. ഇവര് ഭയങ്കര ചങ്ക്സാണ്. ഓ കടിക്കുന്നൊക്കെ അക്രമം. സോ ഗൈസ് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇനി കയറിയേ. സംഭവം വേറെ ഒന്നുമല്ല, എനിക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പം ഞാന്ന് വെച്ചാൽ അമ്മ രാവിലെ ദോശ ഇഡലിയൊക്കെ കൊണ്ടുപോയി. അപ്പം ഞാൻ ഇപ്പം അമ്മയെ ചതിക്കാന്ന് വെച്ചാൽ എനിക്ക് മുട്ട മതി എന്ന് പറയും. അപ്പം മുട്ട വെച്ചാകുമ്പോഴത്തേക്ക് അവരെ അങ്ങ്, പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് രാവിലെ ഭയങ്കര പാടാണ് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് രാവിലെ എണീറ്റ് ഒരു കട്ടന എന്തെങ്കിലും ഗ്രീൻ ടീ എന്തെങ്കിലും മതി, കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട്
പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ ആഹാരം കഴിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു നേരം ഞാൻ നല്ല പോലെ കഴിക്കും. നല്ല പോലെ എന്ന് പറയുമ്പം ഉച്ചയ്ക്കാണ് കൂടുതലും, ഉച്ചയ്ക്ക് നല്ല പോലെ കഴിക്കും. പിന്നെ രാത്രിയും വളരെ ലൈറ്റായിട്ട് അങ്ങനെയാണ് കഴിക്കണത്, അതിൽ ഒരു നേരം. സോ അപ്പോൾ എനിക്ക് രാവിലെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്ക് ഇന്നിവിടെ ഇടിയപ്പവും മുട്ടക്കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത്, ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചിയുണ്ട് ഇവിടെ. ചേച്ചി രാവിലെ എനിക്ക് ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പോൾ എനിക്കറിയാം നിനക്ക് ഒന്നും ചെയ്യില്ലേന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. മേ ബി വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും, വേണമെന്നില്ല, കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ശീലമില്ല. എനിക്കങ്ങനെ രാവിലെ എല്ലാം എനിക്ക് വയ്ക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് എവിടെ തുടങ്ങണമെന്ന് പോലും അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചേച്ചി ഓൾറെഡി അമ്മയ്ക്ക് കാലമായതുകൊണ്ട് ചേച്ചിയാണ് എല്ലാം ചെയ്തിട്ട് പോണത്. അപ്പം ഇന്നലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഇപ്പോൾ ഒരുവിധം ഗുളിക കഴിച്ചപ്പം വേദന കുറവുണ്ട്. അപ്പം ഇനി എന്തിനാന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ പറക്കൊതുക്കുകയൊക്കെ ചെയ്യണം. ഞാനും അപ്പവും കൂടെ ഈ അബിക്ക് മുടി വെട്ടണമെന്ന് പറഞ്ഞാലേ വന്നാൽ മുടി വെട്ടണം. പിന്നെ അപ്പു പറഞ്ഞ് ഇവിടുത്തെ ഏതൊരു ഫുഡ് സ്പോട്ടുണ്ട്, ചിക്കൻ പെരട്ടൊക്കെ കിട്ടണം, എന്തൊരു ഫുഡ് സ്പോട്ടുണ്ട്, അവിടെ കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞ്. പിന്നെ അല്ലാതെ എനിക്ക് ലുലുവിലോട്ട് 2-3 സാധനങ്ങൾ നൈക്കയിൽ എടുത്ത് വയ്ക്കുകയാണ്, കെ ബ്യൂട്ടിയുടെ. കാരണം എൻ്റെ ടിൻഡഡ് സൺസ്ക്രീൻ തീർന്നു. അപ്പോൾ കെ ബ്യൂട്ടിയുടെ പുതിയൊരു ടിൻഡഡ് സൺസ്ക്രീൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകണം. പിന്നെ വൈകിട്ട് നമുക്ക് വേറെ ഇവിടെ 2-3 സ്ഥലമുണ്ട്, അവിടെയും പോയി കാണാമെന്ന് പറഞ്ഞ്. പിന്നെ ഇവിടെ പൂട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞ മീൻ പിടിക്കാൻ വൈകിട്ട് പ്ലീസ്, മീൻ പിടിക്കാൻ പോകണം പ്ലീസ് പ്ലീസ് പ്ലീസ്. പോവാം, എല്ലാം പോയി സിറ്റുവേഷൻ പോലെ സമയം നോക്കി സമയത്തിനനുസരിച്ച് മാറാം. ഓക്കെ, അപ്പം നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതുണ്ട്. അപ്പോട്ടെ നമുക്കേ മറ്റേ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയിട്ട് നമുക്ക് ഇത് വാങ്ങിച്ചാലാ എന്നറിയോ? നമ്മൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ പൂത്ത് ഇങ്ങനെ നിൽക്കുമല്ലോ, പുകയുമില്ല. ഓ, നമുക്കൊരു 5 മണിക്ക് ചെന്നിട്ട് ഇപ്പം കൊണ്ടോ വെയില് എല്ലാം ഇന്ന് എനിക്ക് ചെയ്തു തരണം പ്ലീസ്. ഓക്കെ, സോ ഗൈസ് കം ഓൺ. സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ റെഡിയായേ. ഞാനൊരു ഗെറ്റ് റെഡിയൊക്കെ എടുത്ത്. അപ്പം എന്ന് വെച്ചാൽ ഞാൻ ലൈറ്റ് വെച്ചിട്ടാണ്. അപ്പോഴത്തേക്ക് സൺസ്ക്രീൻ ഇപ്പം കുഴപ്പമില്ല, നാച്ചുറൽ ലൈറ്റ് വെച്ച്, മറ്റേ ലൈറ്റിൽ ഭയങ്കര കൂടിപ്പോയി. കുഴപ്പമില്ലല്ലോ, അറിയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മളിതാ റെഡി ആയിട്ട് ഞാൻ സൺസ്ക്രീൻ ഓൾറെഡി തീർന്നു. പക്ഷെ എങ്ങനെയെന്തോ കുറച്ച് അധികം വന്ന് ചാടി വീണ്. എനിക്ക് ഇങ്ങനെ കമത്തി വെച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ എങ്ങോട്ട് പോണ്? എനിക്കിവിടെ നിന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചിക്കൻ പെരട്ട് കിട്ടുന്ന നാടൻ കോഴി തോരനാ പൊന്നെ, കട്ടച്ചക്കുഴി ചിക്കൻ പെരട്ട് ചിക്കൻ പെരട്ടും തോരനും എല്ലാം അന്നെ. അപ്പൊ അവിടെയാണ് നമ്മൾ കുരുമുളക് ഇട്ടാ. അപ്പൊ എനിക്ക് വേണ്ട, എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ രാവിലത്തെ പിന്നെ രാവിലത്തെ എൻ്റെ സങ്കടം. സോ അതുകൊണ്ട് നമ്മൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അപ്പു ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരാന്ന് പറഞ്ഞ്. അത് ഞാൻ വന്നിട്ടുണ്ട്. പറയണം ഓരോ കിരീടം പാലത്തിൽ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും ഞാൻ ഇന്നെന്തര മൂല ഉണ്ടല്ലോ, മൊവാമൂല. ഞാൻ പക്ഷെ അവിടെ ഇറങ്ങിയില്ല, ജസ്റ്റ് പോയപ്പോ ക്രോസ് ചെയ്ത് കുറച്ച് മൊവാമൂല കായല്, വെള്ളയാണി കായല്, കിരീടം പാലം, ബൊട്ടാണിക്കൽ ഗാർഡൻ, പിന്നെ കുറച്ച് ഫുഡ് സ്പോട്ട്, വിഴിഞ്ഞം കടൽ കാണിച്ചു തരാം. വിഴിഞ്ഞം ഞാൻ കണ്ടിട്ടേ ഇല്ല, അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമാണ്. കപ്പൽ കാണിച്ചു തരാം, കോവളം ബീച്ച് കാണിച്ചു തരാം, കോവളം ലൈറ്റ് ഹൗസ് കാണിച്ചു തരാം. പക്ഷെ എന്നെക്കാളും ഇഷ്ടം എന്താ വെച്ചാൽ മുടി വെട്ടാനെന്ന് പറഞ്ഞ് രാവിലെ ഒരാൾ ഇവിടെ വന്നിരിപ്പുണ്ടേ. അയാൾക്ക് മുടി വെട്ടാൻ അയാളെ കൊണ്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ ലുലുവിൽ പോകണം ആദ്യം. അപ്പം മുടിയും വെട്ടി ലുലുവിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചിട്ട് നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പോകാം. ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റും. ഉള്ള സ്ഥലം കവർ ചെയ്യാം, ബാക്കിയൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഓക്കെ, പോണേ ഞങ്ങൾ. ടാറ്റാ അച്ഛാ, പോണേ. കാശി ബൈ, കാശി ടാറ്റ. സോ ഗൈസ് അങ്ങനെ ഞങ്ങളിതാ അങ്ങനെ എനിക്ക് അന്ന് പറഞ്ഞില്ലേ വെട്ടി പാക്ക് ചെയ്തപ്പോൾ മുതലുള്ള കുഴ വേദനയാണ് ഗൈസ്. അതെനിക്ക് ഇപ്പം ഭയങ്കര വേദന. ഇനി ഇത് ഇവിടെ ഒന്ന് സെറ്റായിട്ട് വേണമല്ലേ, എന്തൊരു എല്ലാം കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പോയി എനിക്ക് മറ്റേ സമയത്തിൽ ഇപ്പോൾ ഒരു ഫുൾ ബോഡി ഇതും ചെയ്ത്
കുഴയ്ക്കൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. സോ ഇപ്പം ഞങ്ങളിതാ നേരെ ലുലുവിലോട്ട് പോവേണേ. അതായത് കത്രീന കൈഫിൻ്റെ കെ ബ്യൂട്ടി ഉണ്ടല്ലോ, കെ ബ്യൂട്ടിയിലെ പുതിയ പ്രോഡക്റ്റ് ഒരു ടിൻഡർ സൺസ്ക്രീൻ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ കുറേ ദിവസം എടുക്കാൻ വരാൻ വേണ്ടിയിട്ട് ഇതാകുമ്പോൾ പോയി നോക്കി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും അപ്പവും ഉച്ചളിയുണ്ട്. ഉച്ചളി മുടി വെട്ടണം. ഉച്ചളി മുടി വെട്ടിയിട്ട് ഉച്ചളി ഇന്ന് പോണ നാളെ പോണ. അയ്യോ നീ ആര്യടാ, നീ മാമിയുടെ അടുത്ത് എന്തരടാ ഈ മാസത്തെ നീ അടയ്ക്കാന്ന് പറഞ്ഞ EMI എത്രയാടാ മാസോ? ആഴ്ച 500 രൂപ. ഓ മാസം 2000 അല്ലേ? അപ്പം ഈ മാസത്തെ ഈ ആഴ്ചയിലത്തെ EMIയിൽ അവൻ ഷെയർ ഇടാന്ന് ഈ മാസത്തേൽ. കണ്ട അങ്ങനെ വേണം എടുക്കാൻ. അങ്ങനെ വേണം നമ്മൾ, കേട്ടല്ലേ? ഓക്കെ, അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് എത്ര സമയമുണ്ട് കൂട്ടല്ലു? ഓ ഈ ഹൈവേ അങ്ങ് പോയാൽ മതി. എനിക്ക് തോന്നുന്നു ഞാൻ മാപ്പ് നോക്കിയപ്പോൾ 20 മിനിറ്റാണ് കാണിച്ചത്. ബിക്കോസ് എൻ്റെ അവിടെ നിന്ന് ലുലുവിൽ വരാൻ ഏകദേശം 1.5 മണിക്കൂർ ബ്ലോക്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ ഞങ്ങളവിടെ നിന്ന് ലുലു വരാൻ വേണ്ടിയിട്ട്. അത്ര ചൂടും ബഹളവും തണുപ്പും. ഓഹ് സോ അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മളിതാ ലുലുവിലോട്ട് പോവേണേ. കുറച്ച് സാധനങ്ങൾ വാങ്ങണം, പിന്നെ എൻ്റെ മുടി വെട്ടണം. എന്നിട്ട് നമ്മൾ എവിടെ തന്നെ കഴിക്കാൻ പോണ കടയുടെ പേര് കട്ടച്ചക്കുഴി പോയിട്ട് നമ്മൾ ഊണ് കഴിക്കും. അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. ചായ കുടിക്കാൻ നമ്മൾ വെള്ളായണിയിലും വവ്വാമൂലയിലും പോകും. അതിനുശേഷം വൈകിട്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകും. ഇവർക്കൊന്നൊരു സന്തോഷമല്ലേ? എനിക്കാണ് എനിക്ക് വയ്യ. സോ കമോൺ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഇത് കട്ടച്ചൽ കുഴിയിലെ ചിക്കൻ പെരട്ട് കഴിക്കാനുള്ള പ്ലാൻ നമ്മൾ ക്യാൻസൽ ചെയ്ത്. കാരണം ഭയങ്കര ചൂട്, മഴക്കോളല്ലേ പൂട്ടാത്? മഴക്കോള് കാണുമ്പോഴാണ് എനിക്കൊരു ആശ്വാസം. സത്യം പറഞ്ഞാൽ ഇവിടെ കയറിയപ്പോഴാണ് അമ്പിളിക്ക് ഒരു ആശ്വാസം. ഓ അതുവരെ ഞാൻ മൂശയായിട്ട് കണക്കാൻ എന്നാണ് ഇങ്ങനെ. പിന്നെ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഇവിടുന്ന് കഴിക്കണമെന്ന്. ഇവിടെ ഞങ്ങള് ഫ്ലമിംഗോയില് കഴിക്കാൻ വന്ന്. അബിക്ക് ഇഷ്ടമല്ലേ ഇവിടത്തെ ഫുഡ്? ഇഷ്ടമല്ലല്ലേ? ഇഷ്ടമല്ല, അബിക്ക് താല്പര്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ അവൻ പറഞ്ഞ് കുഴപ്പമില്ല, ഭൂരിപക്ഷം നോക്കിയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഹോയ് പഞ്ചാബി പോകാന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഹോയ് പഞ്ചാബ് താല്പര്യമില്ല. അപ്പൊ ഭൂരിപക്ഷം ഇല്ല. അവർ കുത്തണ മസാല. പക്ഷെ എനിക്ക് കുത്തണ മസാല ഭയങ്കര ഇഷ്ടമാണ്. എന്തിനാ പൊന്നെ? ഏതാ ശരിയാണ്, പാണ്ടി നൈറ്റ് ഡാൻസ്. അവര് അതൊന്ന് വീഡിയോ സെറ്റ് ചെയ്യണം കേട്ടോ. അത് കട്ട് ചെയ്ത് എനിക്കത് ഇടണം. എൻ്റെ അഭിര ഒന്നാത്ത അത് വേണം. സോ ഗൈസ്, അപ്പം ഞാൻ പറയാൻ വന്നത്, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണം. ഫുഡ് കഴിച്ചിട്ട് നൈക്കയിൽ അബിര ഡാൻസ് കളിക്കണേ. ഞങ്ങൾ നൈക്കിൽ നിന്ന് ടിൻഡർ സൺസ്ക്രീൻ. അപ്പോൾ ഇപ്പം ടിൻഡർ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടേ, കൊള്ളാമല്ലേ അത്? അല്ല പൊന്ന മനസ്സിലായ അത് ബ്രാൻഡ് എന്ന്? എന്തോന്ന് സേഫ്? ഞാൻ എടുത്ത ലിപ്സ്റ്റിക്ക്. അയ്യോ പോടോ. സോ അപ്പോൾ നമ്മളിതാ എനിക്കൊന്ന് ഓർഡർ എടുക്കാം. നമ്മൾ ഓർഡർ കൊടുക്കട്ടെ. നമ്മൾ സൺസ്ക്രീനൊക്കെ വാങ്ങിച്ച് ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് നമുക്ക് ചായ കുടിക്കാം. അവിടെ പോവാം, വെള്ളായണിയിലൊക്കെ പോയി കുറച്ച് നേരം അബിക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ കമോൺ. അവിടെ പൊന്നി ഈ സമയത്തല്ലേ ചക്ക വറുത്തത് കിട്ടണം അവിടെ? ഉണ്ടെങ്കിൽ വാങ്ങാമേ. തന്നെ അത് കണ്ണൻചേട്ടന് എന്തോ കണ്ണൻചേട്ടന് പ്രത്യേക ഒരു റെസിപ്പി ഉണ്ടോ എറണാകുളത്ത്? ശരുവിൻ്റെ ചേട്ടനിലെ കണ്ണൻചേട്ടനും അഭിച്ചേനോടെ മീൻ പിടിക്കാൻ വേണ്ടി അന്ന് ഓർമ്മ ഉണ്ടോ ചൂണ്ടയിടാൻ പോയത്? അപ്പോൾ അതിൽ പോകുമ്പോഴത്തേക്ക് ഇവരുണ്ടല്ലോ, ഇവർ നല്ല മണ്ണുള്ളൊരു സാധനം ഉണ്ടാകും. എനിക്കത് കേൾക്കുമ്പോൾ എനിക്ക് ഉറട്ടീര മണം വരും. ഗോതമ്പ് മാവും പിടിച്ചിട്ട് വീണ്ടും ആരവരല്ലേ അവർക്ക് അങ്ങനെ മനോവേദന കൊണ്ട് അവർ പുഴയിലോട്ടൊക്കെ ഇട്ട് കളയും. ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കൻ ഡൈനാമൈറ്റ്. ഇതിഷ്ടമല്ലേ അബിക്കുട്ടന്? ഇതിഷ്ടം തന്നെ? ഇഷ്ടമല്ല. പക്ഷെ നമ്മള് ഭൂരിപക്ഷമാണ് കൈസ് നോക്കിയത്. അങ്ങനെ ഒറ്റ ഇതല്ല, ഭൂരിപക്ഷം നോക്കി. സോ ഇതാണ് ചിക്കൻ ഡൈനാമൈറ്റിൻ്റെ ഷ്രിമ്പും ഉണ്ടേ. സോ ഷ്രിമ്പ് ഞങ്ങൾ കഴിച്ചിട്ടില്ല, ബിക്കോസ് എനിക്ക് കഴിക്കാനുള്ള അലർജിയാണ്. ഷ്രിമ്പ് നിങ്ങൾക്ക് വേണമായിരുന്ന? ഷ്രിമ്പ് കൊഞ്ചു തന്നെ, കൊഞ്ചിൻ്റെ വേറൊരു വേർഷൻ. ഇതാണ്
കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഏറ്റവും സൂപ്പർ. അതിൻ്റെ സോസാണിത്, കിംജിയാണ്. അപ്പോൾ ഇത് മുക്കി കഴിക്കണം, ഭയങ്കര ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചോറൊക്കെ കഴിക്കാന്നൊക്കെയുള്ള പ്ലാനായിരുന്നല്ലേ. നിങ്ങളെ ലൈഫിൽ എപ്പോഴെങ്കിലും ടൈം കിട്ടണമെങ്കിൽ ഇത് ട്രൈ ചെയ്യണം, ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഇത് അത് മിക്സഡ് ടെറി ബ്ലാസ്റ്റാണ്. കരാഫ് എന്ന് പറയും, അതായത് കുറച്ച് വലുത്, സിംഗിളായിട്ടും കിട്ടും. കരാഫ് എന്ന് വെച്ചാൽ ഒരു വലിയ ജാറിൽ. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും അത് തന്നെ ധാരാളം. ഇത് 3 മതി. കണ്ടോ, ഇത് കുറച്ച് സാലഡൊക്കെ കൊണ്ട് സൂപ്പർ അല്ലേ ഇത്. നമ്മൾ ഓർഡർ ചെയ്ത ലാസ്റ്റ് സാധനമാണ് എന്താ ഈ ഒരു എടമാമ ബീൻസ് റൈസ്. ഇത് പൊട്ടിച്ചിട്ട് ഇതിനകത്തുള്ള ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് എരിവുള്ള ഫ്ലേവറും ഉണ്ട്, ഉപ്പും ഉണ്ട്. ഇപ്പം നമ്മൾ ഉപ്പുള്ളതാണ് വാങ്ങിച്ചത്, ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇതെന്തോ കേക്കായിരുന്നു, എന്തോ ടോസ്റ്റഡ് എന്തോ ആയിരുന്നു. അത് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ടോഫി സോസൊക്കെ ഉണ്ട്, അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയുണ്ട് അഭി? അവർ ഡിപ്രഷനിലാണ് ആ വെജിറ്റബിൾസ് കഴിക്കാനെല്ലാം. എനിക്കാണെങ്കിൽ മറ്റേ പയറ്റുള്ളി ചെടിയിലെ കാണാൻ ചില സംഭവം ഉണ്ടോ. ഇത് ഇയാൾക്ക് സ്കിന്നിന് നല്ലതെന്ന് പറഞ്ഞു കൊടുത്താൽ ഇയാളങ്ങ് തിന്നും. ഇയാളും ആബിയും. ഞാൻ പറയാം എനിക്ക് തിന്നാൻ വയ്യ, ഞാൻ ആക്രാന്ന് കാരണം ഓർഡർ ചെയ്ത് വെച്ചിട്ട് ഞാൻ അടുത്തൊക്കെ പറയും സ്കിന്നിന് നല്ലതാണെന്ന്. നല്ലതാണ്, ഭയങ്കര ഹെൽത്തിയാണ്. കാരണം നമ്മളിപ്പം കഴിച്ച ഫുഡ് ഹെൽത്തിയല്ല, സോ ഇത് കഴിക്കുന്നത് ഹെൽത്തിയാണ്. നമ്മൾ ലുലുവിൽ ഇറങ്ങിയപ്പോൾ അവസ്ഥ ഉണ്ടാ ഗൈസ്. ചൂടേന്ന് പറഞ്ഞ് പിന്നാട്ടി പോയത് അവിടെ അത്രയും മഴ. അതാണിപ്പം സൈക്കോളല്ലേ മനുഷ്യര്. ചൂടെന്നും പറഞ്ഞ് ഉച്ചവരെ പള്ളുവിളിയും ബഹളവും ഓട്ടോ. ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തപ്പോഴത്തേക്കും തണുപ്പെന്നും പറഞ്ഞു എന്തൊരു മഴ എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളിപ്പം എങ്ങോട്ട് പോകണം വെച്ചാൽ ഞങ്ങൾ വെള്ളായണിയിലോട്ട് പോവേണേ. എവിടാ തന്നെ? ഇവിടെ ഓ പെറ്റ്സ് ലൈഫ് ഇവിടെയാണ്. മറ്റേ രാകേഷ് ചേട്ടൻ്റെ ഓ അങ്ങനെ. ഓ അതായത് നമ്മളെ ബെല്ലയാ നമ്മൾ കല്യാണ സമയത്ത് നമ്മൾ ഗ്രൂമിങ്ങിനും പിന്നെ ബോർഡിങ്ങിനും ഇവിടെയാണ് ഏൽപ്പിച്ചത്. കാരണം മറ്റേ ആരും ഇല്ലല്ലോ ഫുഡ് കൊടുക്കാൻ 2 ദിവസം. 19, 20 ആരും ഇല്ല. 21 വെളുപ്പാൻ കാലത്തല്ലേ എല്ലാവരും എത്തിയത്. നമ്മൾ അച്ഛനും പോളോയ്ക്കൊക്കെ ഫുഡ് കൊടുക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് മിട്ടുവിനെ കൊണ്ടുപോയി, പേർഷ്യൻ അവനെ കൊണ്ടുപോയി. അവൻ നമുക്ക് പേടി, ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്നൊക്കെ പേടി. നമ്മൾ മറ്റേ പൂച്ചകളൊക്കെ ആണെങ്കിൽ പാമ്പൊക്കെ വന്ന മറ്റേ കുഞ്ഞാത്തോളൊക്കെ ആണെങ്കിൽ കടിച്ച് പറിച്ച് തോളിൽ കൂടെ ഇട്ടുകൊണ്ട് ശിവനെന്ന് പറഞ്ഞ് കൊണ്ട് വേടി വെച്ച് തരും. പക്ഷെ മിട്ടുവൊന്നും അങ്ങനെയല്ല. മിട്ടുവൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് നിന്ന് കൊത്ത് വാങ്ങിച്ചിട്ട് കിണിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളാണ്. അപ്പം അതുകൊണ്ട് അവനങ്ങ് ഉണ്ടാക്കി. എന്തിനു മുന്നേ ചിരിക്കണ? അപ്പം നമ്മളിപ്പം വെള്ളായണി പോയിട്ട് മെയിനായിട്ട് ഇവിടെ ഇതുണ്ട്, എന്തോന്ന് ചക്കവറ്റിൽ കിട്ടുമോ ഇവിടെ? പിന്നെ പവാമൂലല്ല പുഞ്ചക്കരിയാ. എനിക്ക് ചക്കവറ്റിലിട്ടടുത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ മൂദേവിയാവും ഞാൻ. ആക്ക് അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞിട്ട് എന്നെ അവൻ രാവിലെ ഉച്ചര എന്നെ കിടന്ന് എണീര് പെണ്ണേ എന്ന് പറഞ്ഞ് വിളിച്ച് ശല്യം വരുന്നു. ഞങ്ങൾ എണീറ്റിട്ട് ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ ഇയാൾ എഡിറ്റ് ചെയ്ത് കഴിയുന്നേരം ഞാൻ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടുവന്ന് കുന്നമ്പൂച്ച കണക്ക്. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാമോ? ചായ കുടിക്കാൻ പോകാൻ നല്ലൊരു ആടിച്ച് പതപ്പിച്ചൊരു ചായ. അപ്പൊ അതൊക്കെ കുടിക്കാൻ പോണ വയസ്സിന് നമുക്ക് വെള്ളായണി ചെന്നിട്ട് കാണാം. അതാ വെള്ളായണി പ്ലാൻ ക്യാൻസൽ. ബിക്കോസ് അവിടെ ചെറിയൊരു കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പൊ പിന്നെ അവിടെ ചെന്ന് അടി ഉണ്ടാക്കി വാങ്ങാൻ. ഓ മറ്റേ ബെഞ്ചൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ കണ്ടൊരു പ്രതീക്ഷയാണ് വന്നത്. ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ആക്കി, അതായത് ഈവനിങ് മറ്റേ ഇരിക്കാനും അങ്ങനത്തെ കുറെ കാര്യങ്ങളും. അത്യാവശ്യം വൈകിട്ടൊക്കെ കുറെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്, വൈബടിക്കാനൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അവിടെ. പിന്നെ സോഡ സർബത്തും മുട്ടയുമാണ് അവിടുത്തെ സ്പെഷ്യൽ. അവിച്ച മുട്ട നമ്മളെ നൂലില്ലേ, തുണി തയ്ക്കണം, അത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് തരും. പക്ഷെ ഞാൻ ഇവിടെ എത്തിയപ്പോ വഴി മറന്നു കേട്ടോ.
ഞങ്ങള് സ്വന്തം നാട്ടിലെ വഴി അപ്പോഴെപ്പോഴും മറന്നു. ഇയാള് പറ്റിച്ചാണ് കഴിച്ച്. ഞങ്ങൾ ആ ദാണ്ട വേറൊരുത്തം കണ്ട മുടിവെട്ടാൻ പറഞ്ഞ് രാവിലെ എഴുന്നള്ളി ഇരിപ്പുണ്ട്. ഈ വവ്വാമൂല കായലും വെള്ളയാണി കായലും ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. അതുകൊണ്ട് തനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വിട്ട് തനിക്ക് അറിഞ്ഞൂടാ. മനസ്സിലായി എനിക്ക്. തനിക്ക് അറിഞ്ഞൂടാന്ന് എനിക്ക് മനസ്സിലായി. സോ ഇനി നമ്മള് എവിടെ കൊണ്ടുപോകണം? ഞങ്ങൾ ഈ നേരം വെളുത്തോലും ഞങ്ങൾ ഈ കാറിട്ട് ഓട്ടിക്കാണ്. അല്ലേടാ അഭി? നേരം വെളുത്തോലും ഞങ്ങൾ ഈ കാറിനകത്താണ്. ഓക്കെ ശരി. പക്ഷെ നമ്മള് നേരത്തെ എണീറ്റിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാം. ആ അവൻ വന്ന ഉടനെ നിന്നെല്ലേ വിളിച്ചത്? എണീക്കാത്ത എന്ത്? അപ്പൊ ഇറങ്ങിയപ്പോ ലേറ്റ് ആയി പോയി. അല്ല ഞാൻ ചോദിക്കട്ടെ ഇയാൾക്ക് ഇപ്പോഴും കൊണ്ടുപോകാൻ വവ്വാമൂലയിലും വേറെ ഇവിടെയൊക്കെ. ഇയാള് ഞാൻ പറയട്ടെ, നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി ലുലു മോളിൽ കൊണ്ട് 2 നടത്തിയിട്ട് ഞങ്ങളെ വീണ്ടും കാറി കയറ്റി ഇരുത്തി. ഇനി നിങ്ങൾ ഒരു ദിവസം രാവിലെ 6 മണിയാകുമ്പോ നിങ്ങൾ കയറും എല്ലാ സ്ഥലത്തും. വേണ്ട, 6 മണിക്ക് കയറുന്ന പരിപാടിയൊന്നുമില്ല, 11 മണിക്ക് കയറുന്ന പരിപാടിയേ ഉള്ളൂ. സോ ഇപ്പോഴേ നമ്മൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ചായ കിട്ടുമോ? എത്ര ചായ വേണം? ഒരു ചായ മതി. അതും എനിക്ക് ഒതന്റിക് ആയിട്ട് അടിച്ച് ചായ വേണം. അല്ല അടിച്ച് പതപ്പിച്ച ചായ. ചായ കുടിക്കാൻ നമ്മൾ വെള്ളായണി എന്നത്. അപ്പോഴത്തേക്കും അവിടെ വൻ തിരക്ക്, പിള്ളേരും ബഹളങ്ങളും. പൊന്നെ എങ്ങനെയായാലും മതി, ഇനി കുടിച്ചാൽ മതി. ചതിച്ചതാ ഞങ്ങൾ. നമ്മളെ ചതിച്ചുണ്ട് അയാൾ നാട് വെട്ടി കാണിക്കാൻ. ഫൈനലി ഗൈസ്, ഒരു നേരത്തെ ബഹളത്തിന് ശേഷം ഞങ്ങളതാ കട്ടച്ചക്കുഴി കൃഷ്ണ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ഇതായി. ഒരിക്കൽ ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ടോ എന്ന് ഓർമ്മയുണ്ടോ? പാലിയാച്ച സമയത്ത് ഇവിടെ നിന്ന് വാങ്ങിച്ചു ചിക്കൻ പെരട്ടും പുട്ടും വാങ്ങിച്ചോണ്ടോന്നു. ഭയങ്കര എരിവല്ലേ? അല്ലല്ല, ചിക്കൻ പെരട്ടും കട്ടച്ചക്കുഴി ചിക്കൻ പെരട്ടും വാങ്ങിച്ചോണ്ടോന്നു ഓർമ്മ. എനിക്കോ നീയല്ല, കൊച്ചിറക്കാനൊക്കെയാണ് വാങ്ങിച്ചോണ്ടോന്ന. സോ നമ്മളിതാ, അയ്യോ നോക്ക് ഇവിടെ എന്ത് തിന്നാൻ. കാന്താരി ട്രൈ ചെയ്യായിരുന്നു. കഴിച്ചിട്ടുണ്ടോ? എങ്കിൽ ഒരു കാന്താരി പറവന്നെ. എനിക്ക് ഒട്ടും എന്തോന്ന് എപ്പോഴും ഇയാൾ എന്റെ കാല് എവിടെയെങ്കിലും കയറി തട്ടി അവിടെ അയാൾ അവിടെ കിടന്ന് ഇങ്ങനെ കാരണം. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് 3 വയസ്സേ ഉള്ളൂ. 3 അല്ല 6 വയസ്സിൽ പോലും ഞാൻ വീണപ്പോ ആരും എൻ്റെ അടുത്ത് ആഹാരം കഴിക്കുമ്പോ എങ്ങനെ അമ്മന്നെ തള്ള വൈബ് ഗൈസ്. എനിക്ക് കട്ടൻ അടിച്ച ചായ, നോർമൽ ചായ പറ്റില്ല. എനിക്ക് അടിച്ചു പതപ്പി ചാച്ചായിട്ട് നമ്മ പതഞ്ഞു പൊങ്ങിയ ചായ, പതഞ്ഞു പൊങ്ങും ആ ചായ എനിക്ക് താല്പര്യം ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഫേമസ് പെരട്ട്, നാടൻ കോഴി പെരട്ടല്ലേ? എനിക്ക് നാടൻ കോഴി ഇഷ്ടമല്ല. എരിവ് എനിക്ക് ഒട്ടും എരിവ് പറ്റൂല. കുഴപ്പമില്ല, ഞാൻ വെള്ളത്തിൽ കഴിക്കില്ല. അതിന്റെ മുമ്പ് എന്റെ റിലേറ്റീവ്സ് ഒക്കെ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഭയങ്കര എരിവാണ്. അപ്പം നമ്മൾ എന്തെയ്യുന്ന കഞ്ഞി വെള്ളത്തിൽ കഴുകി എടുത്തിട്ടാണ് ചിക്കൻ കഷ്ണം തിന്നുന്നത്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കടാ. ഇത്രയും കുറ്റി പുട്ടൊന്നും ഇതെന്തോന്ന് പുട്ട? കാന്താരി ഇവിടെ കഴിച്ചു നോക്കാം. എരിവില്ലേ? എല്ലാ എരിവുണ്ട്. അപ്പോഴേ ടേസ്റ്റ് ബഡ്സിൽ എത്തുള്ളൂ. എന്തായാലും ഞങ്ങളെ ഇതെല്ലാം കഴിച്ചിട്ട് വരാൻ പറ്റും. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാ. അപ്പവും അബിയും കൂടെ എല്ലാം കൊടുത്തിട്ട് വരണം. അടിപൊളിയായിരുന്നു കേട്ടാ. എനിക്ക് കൈ ഭയങ്കര കൈ നീറാണ്. കാന്താരി സൂപ്പർ. എരിവ് ഞാൻ ഓൾറെഡി ഇത് കഴിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ തൊട്ടേ കഴിച്ചിട്ട് എനിക്ക് അന്ന് വയ്യാത്ത സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റേ ഇത് എന്തോന്ന് എരിവ് പത്തിയല്ല വിശന്നുണ്ടാ പൊന്ന്? വിഷമിച്ചിരുന്നത് ഭയങ്കര ഇതായിരുന്നു, ഡള്ളായിട്ടിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു വിശന്ന അതാണ് ഇങ്ങനെ ഇരുന്നോ? ഓക്കെ. അപ്പൊ നമ്മള് പൊന്നെ സംഭവം കൊള്ളാം. കാന്താരിയാണ് കുറച്ചുകൂടെ മസാല ടേസ്റ്റ്. മറ്റേതൊക്കെ നമ്മൾ എവിടെ കഴിച്ചുള്ളൊരു ടേസ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു അബി? എടാ അതിനാണ് ഇത് കട്ടൻ കുടിക്കാണ്. അപ്പോഴത്തേക്ക് ചൂട് കുടിക്കുമ്പോഴത്തേക്ക് അങ്ങ് മാറും. അതിൻ്റെ ഇവിടെ ലൈമാണ് കുടിച്ചത്. അപ്പോഴത്തേക്ക് മാറൂല. കട്ടൻ കുടിക്കണം. കട്ടൻ കുടിക്കുമ്പോൾ എങ്ങനെ അറിയുമോ? കണ്ണിക്കൂടി ഇങ്ങനെ ഇറങ്ങും. വേണം സുഖം അല്ലേ ചേട്ടാ?
ഓക്കെ, നമുക്കിനി നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം അല്ലേ? നമ്മൾ നേരം വെളുത്തപ്പം ഇറങ്ങിയതാ. നേരല്ല, നമ്മൾ ഉച്ചയ്ക്കാണ് എണീറ്റാ. ഓക്കെ, എന്നിട്ട് മുടി വെട്ടിയില്ല. ഇതെനിക്കറിയാം കൈസ്, അവ ഇങ്ങനെ വരണതാണ്. പിന്നെ ഞാനും ഈ പ്രായത്തിൽ ഏകദേശം ഈ ക്രിയ ആയിരുന്നുകൊണ്ടാണ് ഞാൻ വെറുതെ വെട്ടിയത്. പിന്നെ അവ ഉള്ളപ്പോൾ ഒരു സുഖം, ഇത്രേ ഉള്ളൂ. അപ്പം നമുക്ക് വീട്ടിൽ പോവാം. ഓ, പൂ വാങ്ങണം. എനിക്ക് പൂ വാങ്ങണം. നാളെ നമുക്കൊരു പരിപാടി ഉണ്ട്, അപ്പം അതിന് പൂ വാങ്ങണം. സോ നമുക്കിനി വീട്ടിലോട്ട് പോവാം. സോ ഗായ്സ്, ഞങ്ങളിതാ ഷോപ്പിംഗ് അല്ലേ. ഇത് കണ്ട, ഒരു ലോഡ് കവറുണ്ട്. പിന്നെ പൂവ്, കശത്തും തരി നമ്മളെ കാലം കൊട. സോ ഞാൻ ഇന്ന് നൈക്കിന്ന് വാങ്ങിച്ച സാധനങ്ങൾ. അപ്പം നാളെ ഒരുങ്ങുമ്പോൾ ഒരു ഗെറ്റ് റെഡിയിൽ ട്രൈ ചെയ്യാൻ വെച്ചാൽ ജസ്റ്റ് അവിടുത്തെ സൺസ്ക്രീനാണ്, കെ ബ്യൂട്ടിയുടെ സൺസ്ക്രീനാണ് ഞങ്ങൾ രണ്ടുപേരും മുഖത്തിട്ടേക്കണം. ആക്ച്വലി നൈസ്. സോ ഇപ്പം താ ഞങ്ങൾ വീട്ടിലും എത്തി. അച്ഛൻ വന്ന് എടുത്ത് നോക്കിയിട്ട് ഓടിക്കളഞ്ഞ്. ഞാൻ സത്യം പറയട്ടെ, അവർക്ക് ശീലമല്ല ഇങ്ങനെ ഒരാൾ വീട്ടിലെപ്പോഴും ക്യാമറയും തൂക്കി പിടിച്ചോണ്ട് നിൽക്കണേന്ന്. അപ്പം ഞാൻ മാക്സിമം അവരെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാതെയാണ് ഞാൻ വീഡിയോ എടുക്കണത്. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവരുത്. അവർ സ്വാതന്ത്ര്യ സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ കയറി ഹലോ ഗൈസ് എന്ന് പറഞ്ഞാൽ അവരെന്നെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അച്ഛൻ വന്ന് എത്തി നോക്കിയില്ല, ചോടിക്കളഞ്ഞ്. ക്യാമറ ഉണ്ടെന്ന് വെച്ച് ഓടിക്കളഞ്ഞ്. അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ ക്യാമറ ഉണ്ട് അപ്പോൾ ഓടും. സോ നമുക്ക് വീട്ടിലോട്ട് പോവാം. ബാ, ചോക്ലേറ്റ് വാങ്ങിച്ച്. അയ്യോ ബാ, എനിക്ക് ബാ. എടാ പാവഞ്ഞിട് കാശി പൊന്നെടുത്തോ. ഇത് കരിയലിനു പൊന്നെ ഞാൻ ഇളക്കട്ടെ. ഞാൻ കുറേ നാളായി ദോശ. ചേച്ചി സോറി കാശി, ക്ഷമിക്കണം. എൻ്റെ അടുത്ത് കുറച്ച് പൊസിഷൻ മാറിപ്പോയി. പണ്ട് ഞാൻ ദോശ ചുടുമായിരുന്നു, ബാക്കില്ല. അമ്മച്ചി ആരടുത്തും പറയല്ലേ. നീ എന്തൊരു താങ്ക്സ്. ഞാൻ എല്ലാ അമ്മയ്ക്കും അമ്മയടുത്ത് പറയാം ഞാനാണ് ദോശ ഇട്ടേന്ന്. കാശി ആലോചിച്ചിട്ട് പറഞ്ഞേ, ആൻറ്റിയാണ് ഉണ്ടാക്കി തന്നു രാത്രി ദോശ. ആൻറ്റി ഇല്ല, അമ്മായി. നമ്മൾ പേര് മാറ്റിച്ച്. എന്തിനാ വിളിക്കണ? എന്നിട്ട് എന്നെ വിളിക്കണ രാവിലെ വെച്ച് അമ്മായി അമ്മയെന്നു. ഇതിങ്ങനെ വെച്ചാൽ ഇതും വേവൂലേ? പിന്നെ എനിക്ക് പണ്ട് ഞാൻ ദോശ ചുടുമായിരുന്നു അല്ലേടാ. പിന്നെ നിനക്ക് ഓർമ്മയുണ്ടാ? ദോശയൊക്കെ ചുട്ടാൻ പൊരിച്ച മീനൊക്കെ ഉണ്ടായത്. നെയ്യൊക്കെ വെച്ച് മസാല ദോശയൊക്കെ. എന്തിന് ഞാൻ ഇളക്കട്ടാ? എന്റെ കാശി ഞാൻ ഇട്ട് തരാം. അന്നേ വെന്തു. കൂട്ട ചിരിക്കല്ലേ. തട്ടിൽ കുട്ടി ദോശ ആണോ? ഞാൻ ദോശ ചുടും. ഞാൻ കുറെ ഇപ്പോഴും നല്ല ഞാൻ കരിക്കോഴിൽ ചപ്പൂപ്പനമ്മയ്ക്ക് ഞാൻ ദോശ ഇട്ടുകൊടുക്കുന്നു. ടച്ച് വിട്ടു അല്ലേ എനിക്കിപ്പം. എല്ലാവർക്കും ഇപ്പം ഞാൻ കട്ടയുടെ അടിക്കുകയാണ് കട്ടയുടെ. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? കുനിഞ്ഞിട്ട് എടുക്കാൻ എനിക്ക് വയ്യ. നല്ലത്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ചാഞ്ചക്കം പോവാണ്. കഴിഞ്ഞ് സംഭവം വേറെ ഒന്നുമല്ല. നമ്മൾ വീട്ടിൽ വന്നു, ഒരു കുളിയൊക്കെ കുളിച്ചു, തലയല്ല മേലിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകണം. ബിക്കോസ് നാളെ രാവിലെ എണീക്കണം. ആൻഡ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഗൈസ്, ഞാനിപ്പോഴേ പറയാം, ഞാനിതിൽ വലുതായിട്ട് ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എനിക്കിങ്ങനെ കമൻറ്റ് ഒരു മോശമായിട്ട് തന്നെ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് വേറെ ഒന്നുമല്ല. അവർ വളരെ സാധാരണ ആൾക്കാരാണ്. അവർക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരാൾ ക്യാമറയും കൊണ്ട് ഹലോ ഗൈസ് ഇന്നിവിടെ തിന്നാൻ എന്നും പറഞ്ഞ് ഇവിടെ ആരും അവർക്ക് വരാറില്ല. അവരവരുടെ കാര്യം നോക്കി ജോലിക്ക് പോയി ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ പോയാൽ അവർ മൈൻഡ് ചെയ്യണം. അപ്പം ഇനി അത് നിങ്ങൾ വേറെ പലതും പറഞ്ഞോ? എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാർ മാത്രം. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ മിനിമലായിട്ട് അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ പറയാം അവർക്ക് ഗ്ലാം മേക്കിങ് ഇഷ്ടമല്ല.
ഇഷ്ടമല്ലേ വേണ്ട ഗൈസ്. എന്നെ ആരും സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സ്നേഹിക്കണതല്ല പറയാണ്, എല്ലാരും ഒന്നല്ല പറയാണ്. കുറച്ച് ആൾക്കാരാണ് ഇച്ചിരി 0.5 ഇങ്ങനെ ഇരുന്നിട്ട് എന്ന് പറയുന്ന ആൾക്കാരില്ലേ. പണ്ട് നമ്മുടെ ഹൽദി ഉണ്ട്, പിന്നെ എന്തൊരു ഗുലാബിയ അങ്ങനെ എന്തൊരെണ്ണം കണ്ട്. പിന്നെ ഒന്നിലും എനിക്ക് ഭയങ്കര കറുവൊക്കെ വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ നാണത് എൻ്റെ മാതിരി കണ്ടതും കടിയതൊക്കെ തിന്നിടക്കണം, എനിക്ക് ഇത്രയും കറുവ് ഷേപ്പൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. സോ അപ്പം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നമുക്ക് നാളെ രാവിലെ എണീക്കണം. എളുപ്പം കിടക്കുന്നു അതോ എഡിറ്റൊക്കെ ചെയ്തിട്ട് വരുന്നുള്ള ഇയാൾ ഇനി എഡിറ്റ്, കാരണം ഇയാൾ രാവിലെ ഞങ്ങൾ രാവിലെ തുടങ്ങാമെന്ന് വെച്ചാൽ ഇയാൾ ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് ഉച്ച വരെ പോയി. ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്തതാ റെഡ് ബുള്ളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, എഡിറ്റ് ചെയ്ത് തീർക്കാതെ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അപ്പം ഞാൻ എന്തായാലും ഉറങ്ങും, ബിക്കോസ് എനിക്ക് ഇറങ്ങണം, എങ്കിലും എനിക്ക് രാവിലെ എനിക്ക് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഉറങ്ങാം ഗൈസ്. യെസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ സംഭവം ഞങ്ങൾ മീൻ പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞില്ലേ, പോകാൻ പറ്റിയില്ല, പെരുമഴ. ഇപ്പോഴും വീഡിയോ ഇട്ടാണ്, മഴയായിരുന്നു. പോകാതിരുന്ന കുറെ സാധനങ്ങൾ പോകാൻ പറ്റില്ല. ഫുഡിന് അല്ല, മറ്റേ ചിക്കൻ തോരൻ കഴിക്കാൻ പറ്റില്ല, അതിന് വരെ നമ്മൾ അവിടെ നിന്നല്ലേ കഴിച്ചത്. വെയിറ്റ് അപ്പൂട്ട് എന്നെ എവിടെ ചിക്കൻ തോരൻ കഴിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ അവിടെ പറയുമ്പോൾ കട്ടച്ചപ്പഴി കഴിച്ചു, വൈകിട്ട് കഴിച്ചു. ഇയാളിങ്ങനെ ചില സമയത്ത് കിളി പറക്കാറുണ്ട്, ഇയാൾക്ക് ഓർമ്മ കാണൂല. ചില സമയത്ത് നമ്മൾ പറയണ ഇയാൾക്ക് ഓർമ്മ ഉണ്ട്, പിന്നെ നമ്മൾ ഒന്നേന്ന് പറഞ്ഞെടുക്കണം. ഉച്ചയ്ക്ക് നമ്മൾ അവിടെ നിന്ന് കഴിക്കാന്നല്ലേ പറഞ്ഞത്. ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാണ്ട് നമ്മൾ വിചാരിച്ച് പോകണ്ടെന്ന് വിചാരിച്ച്, എന്നിട്ട് നമ്മൾ വൈകിട്ട് കട്ടച്ചക്കുഴി പോയിട്ട് പെരുമഴ ആയതുകൊണ്ട് നമുക്ക് മീൻ പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. സോ വിജിനൊക്കെ മഴയുണ്ട്, അവരെ കാണാം, മീനൊക്കെ പിടിക്കാം, അവർ മീൻ പിടിക്കണ തിന്നാന്നൊക്കെ പറഞ്ഞാണ് ഞാനിരുന്ന. അപ്പോൾ പറഞ്ഞ് അവർ മീൻ പിടിച്ച് അവർ കഴിക്കാറുണ്ടെന്ന്. എന്തൊക്കെ മീൻ കിട്ടും അവർക്ക്? ചൂരയൊക്കെ കിട്ടുമോ? അതെന്താ എനിക്കറിയില്ല. ഞാൻ അവന്മാര് പിടിക്കാൻ അവന്മാര് മറ്റേ വിഴിഞ്ഞത്താണ് പിടിക്കാൻ പോകുന്നത്. കടലിലല്ലേ പിടിക്കണം, അപ്പൊ എന്തായാലും ചൂര കിട്ടൂലേ? ചൂരയാണോ ഞാൻ കണ്ടിട്ടില്ല. കൊഞ്ച് കിട്ടുമോ നെത്തോലി? ഓക്കെ, ഒരു ദിവസം പോയാൽ തന്നെ അറിയാം. ഓക്കെ, അപ്പോൾ ഒരു ദിവസം നമുക്ക് പോയി നമുക്കത് വേറൊരിക്കൽ നമുക്ക് മീൻ പിടിക്കാൻ പോകാം ഗൈസ്. അപ്പോൾ ഇന്നും നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകണം. വീണ്ടും ബൈ. നേരത്തെ